بسم الله الرحمن الرحيم. الفصل الثاني في تفضيل كتب السلف على غيرها. സലഫു സാലിഹീങ്ങളായ മുൻകഴിഞ്ഞ നേതാക്കന്മാരുണ്ടല്ലോ, അവരെ കിതാബിന് തഫ്ലീലുണ്ട് മറ്റുള്ള കിതാബുകളേക്കാൾ. ഹുവാബിസബക്കിൻ ഹൈസൻ തഫ്ലീല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ വിഷയങ്ങളിൽ ഇപ്പോൾ പുതിയ ഇന്നലെ വരെയും കിതാബ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആധുനിക കിതാബുകളെക്കാളും സലഫു സാലിഹീങ്ങളെ കിതാബിൻ്റെ മഹത്വമുണ്ട്. ഷാഫി ഇമാമിൻ്റെ കിതാബ്, ഗസാലി ഇമാമിൻ്റെ കിതാബ്, നവവി ഇമാമിൻ്റെ കിതാബ് എന്താന്ന് എല്ലാം മുൻഗണനയുണ്ട്. കാന സയ്യിദുന ഇമാം മുഹമ്മദ് ബിൻ ഹസൻ അൽ-അത്താസ് റളിയല്ലാഹു അൻഹു യഹുസ്സു കസീറൻ, മൂപ്പർ ധാരാളമായി പ്രേരിപ്പിക്കും അലാ കുതുബി സലഫ്, സലഫു സാലിഹീങ്ങളെ കിതാബിന് വേണ്ടി. എന്നുവെച്ചാൽ ഇപ്പോഴുള്ള കാലത്തുള്ള കളയണമെന്നല്ല പറഞ്ഞത്, പക്ഷെ മുൻഗണന അതിനുണ്ട്. വയുറഗിബു ഫീ ഖിറാഅത്തിഹാ, എന്നിട്ടോ സലഫു സാലിഹീങ്ങളെ കിതാബ് ഓതാൻ വേണ്ടി മൂപ്പർ എന്താക്കും, റാഗിബത്താക്കും, തർഗീബാക്കും. വയഖൂലു, എന്നിട്ട് പറയും ഇന്ന ഫീഹ നൂറ വൽ ബറകത വൽ ഇൽമ, അതിൽ നൂറുണ്ട്, ബറക്കത്തുണ്ട്, ഇൽമുണ്ട്. അവർക്ക് പൂർണ്ണമായി അള്ളാഹിനെ വെക്കുന്ന ഇൽഹാമ് കൊണ്ട് പറയുന്നല്ലേ. നബി ഇമാമിന്റെ കിതാബിന്റെ അവസ്ഥ എന്താന്ന്? ശൈത്താൻ എന്താക്കുന്നത്, ജനങ്ങൾക്ക് നന്നായി കാണിച്ചു കൊടുക്കും. മാഹും ഫീഹി, ഇവർ ഏർപ്പെട്ട വിഷയം ഇതാ നല്ലതെന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. എന്തിന്? മിനൽ ഇസ്തിഗാലി ബിൽ കുതുബിൽ മുഅഖ്ഖദ, കെട്ടിപിണഞ്ഞ കിതാബുകളോട് ശുഗലാകില്ലേ. സലഫു സാലിഹീൻ ഇബാറത്തിന്റെ നോക്കുണ്ടാവില്ല, പുതിയ തലമുറക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. മുഅഖ്ഖദ എന്ന് പറഞ്ഞാൽ അർത്ഥം തിരിയാത്ത. അതിന് അലിയസ്ലിഫഹും ബിദാലിക, ശൈത്താൻ അവന്റെ ലക്ഷ്യം എന്താന്ന്, ജനങ്ങൾ എന്താക്കാൻ പിന്തിരിപ്പിക്കണം. അനിൽ ഖൈരി വൽ ബറക, ഖൈറിനെ തൊട്ടും പിന്തിരിപ്പിക്കണം, ബറക്കത്തിനെ തൊട്ടും പിന്തിരിപ്പിക്കണം. വയഹരിമഹുൽ ഇൽമ, ഇൽമ കിട്ടേണ്ടായും വേണം. നേരെ ഇടക്കളി എന്തുകൊണ്ട്? ലിയന്നഹു യഅലമു അന്നഹും ഇദാ അഖ്ബലു അലാ കുതുബി സലഫി, സലഫു സാലിഹീങ്ങളെ കിതാബിന്റെ മേൽ മുന്നിടുകയാണെങ്കിൽ ഹസലുൽ ഇൽമ വൽ അമല, ഇൽമും അമലും കിട്ടിക്കളയുമെന്ന് ആർക്കറിയാം? ഇബ്ലീസിനറിയാം. അതുകൊണ്ട് അക്കിത്താവ് നമ്മുടെ പഴയതാ, പഴഞ്ചല്ല, കാലം പുതിയതല്ലേ, ഇതാ നോക്കണ്ടെന്ന് നോക്കി കൊടുക്കും. ഇതാ കാനഹു ജാലമാർക്ക് ഇബ്ലീസിനെ അറിയാം. വകാന റളിയല്ലാഹു അൻഹു യഖൂലു, പറയുന്നു മൻ അറാദ തഖദ്ദുമ ഫഅലൈഹി ബികുതുബിൽ മുതഖദ്ദിമീൻ. തഖദ്ദും എന്ന് പറഞ്ഞാൽ മുന്നേറൽ, മുമ്പന്തിയിലത്തല്ലേ. ഇങ്ങനെയുണ്ടെങ്കിൽ മുതഖദ്ദിമീങ്ങളെ കിതാബ് നോക്കണ്ടു. വമൻ അറാദ തഅഖുറ, അല്ല പിന്നോക്കം പോകണോ, എന്നാ ഫഅലൈഹി ബികുതുബിൽ മുതഅഖിരീൻ, മുതഅഖിരീങ്ങളെ കിതാബ് വായിക്കും. അപ്പം എല്ലാ കാലത്തും കിതാബുണ്ട്, പക്ഷെ മുൻകഴിഞ്ഞ നേതാക്കന്മാർക്കുണ്ട്, അതിന് മഹത്വമുണ്ട്. ഇനി വഖാല റളിയല്ലാഹു അൻഹു ജദ്ദിദുൽ ഖിറാഅത ഫീ കുതുബി സലഫ്, സലഫീങ്ങളെ കിതാബിലുള്ള ഖിറാഅത്ത് മാത്രം തനിപ്പിക്കണം. കാരണം ലിഅന്നഹും ജമഉ ബൈനൽ ഇൽമി വൽ അമലി വൽ ഇഖ്ലാസി വസ്സിദ്ഖി. കണ്ടോ, മുൻകഴിഞ്ഞ നേതാക്കന്മാർക്ക് ഇൽമ്, അമൽ, ഇഖ്ലാസ്, സിദ്ഖ് 4 ഒരുമിച്ചുകൂടെ നേതാക്കന്മാരായിരുന്നു. അതിന് ആ ഇബാറത്തിൽ തന്നെ എന്താണ്, എല്ലാം അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ചില ജനങ്ങൾ മുതഖദ്ദിമീങ്ങളെ കിതാബിനെ തൊട്ട് പിന്തിരിഞ്ഞ്, ഫിൽ ഫിഖ്ഹി വഗൈരിഹി, ഫിഖ്ഹിലാവട്ടെ ഗൈറിലാവട്ടെ, ഫഹുവ മിനൽ ഹിർമാൻ, അത് ഒരു ഹിർമാനിൽപ്പെട്ടതാണ്. ഹിർമാൻ എന്ന് വെച്ചാൽ കാര്യം കിട്ടാണ്ടാകലുണ്ടല്ലോ, തടയപ്പെട്ടു പോകും. വത്തഹക്കുമ ഫിദ്ദീൻ വത്തിബാഇൽ ഹവാ, തടിഹവാക്ക് പിൻപറ്റുക. അപ്പോൾ നബി ഇമാമിന്റെ കിതാബ് അവഗണിച്ചിട്ട് വേറാരോ ഉണ്ടാക്കിയ കിതാബല്ല വായിക്കേണ്ടി. ഗസാലി ഇമാമിനെ അവഗണിച്ചിട്ട് വേറാർക്ക് സ്ഥാനം കൊടുക്കാൻ പാടില്ല. നഊദു ബില്ലാഹി മിൻ ദാലിക്. വഖാല അയ്ദൻ, മുമ്പും പറയുന്നുണ്ട്, വമിനൽ മുസീബത്തിൽ ആമ്മ, ആമ്മായ ഒരു മുസീബത്തിൽപ്പെട്ടതാണ് അന്ന അക്സറൽ മുതാഖിരീന, മുതാഖിരീങ്ങളിൽപ്പെട്ട പിൻതലമുറ അധികവും യഅ്തഖിദൂന, അവർ വിശ്വസിക്കുന്ന അന്നഹും അഅറഫ മിനൽ മുതഖദ്ദിമീൻ, മുതഖദ്ദിമീങ്ങളെക്കാണ് നമുക്ക് കാര്യം തിരിഞ്ഞ ആളാണ്. പഴഞ്ചന്മാർക്കൊന്നും അറിയില്ല. വഹബത്തു മിൻഹും, അവരേക്കാൾ ഏറ്റവും മഹബത്തുമാണ് എന്നാ വിശ്വസിക്കുന്നു. എവിടെ കിടക്കുന്നു? അവർ ചവിട്ടിയ മണ്ണിനെ മതിയാകുമ്പോൾ. മഅന്നഹും മാ അമിലൂ ഇല്ലാ ജമഉ, എന്നാലോ
ഈ വിശ്വസിക്കുന്ന കൂട്ടർ എന്താക്കിന് മുത്തഖദ്ദിമീങ്ങളെ കിതാബ് കയ്യിൽ കട്ട എഴുതിയ കിതാബായിരിക്കും ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടെന്താക്കും പണ്ട് പൊന്നാനി ഇതെല്ലാം ഉണ്ടാക്കി കിതാബെല്ലാം കണ്ടു കെട്ടിയിട്ട് ഇപ്പൊ എവിടെ മുഖസ്ഥലം പോലും കിട്ടുന്നില്ല എന്ന് പറയും. പുതിയ എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടിടും. അവർ ഈ മുത്താഖിരീങ്ങള് മാ അമിലു ഓർ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല അൻജമാ കലാമൽ മുത്തഖദ്ദിമീൻ മുത്തഖദ്ദിമീങ്ങളെ കലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വദമ്മു ബഅദഹു ഇലാ ബഅദ് ചിലതിനൊക്കെ ചേർത്ത് വായിച്ചെന്നല്ലാണ്ട് ഇവരെന്തുണ്ടാക്കിനി വഹദഫുൽ അദില്ലത വല്ലിലാൽ മുൻകഴിഞ്ഞ കിതാബിൽ എന്തുണ്ടാകും അദില്ലത്ത് ഉണ്ടാവും. ഏതാ ദലീല് വത്തഅലീൽ എന്ന് പറഞ്ഞ മഹല്ലീല് എന്താ ദലീല് കിതാബ് സുന്നത്ത് ഇജ്മാ ഖിയാസ് ആണ് ദലീല്. ഒരു മസല പറഞ്ഞാൽ മഹല്ലിമാ പറഞ്ഞില്ലേ തുടക്കത്തിൽ അതാ മാ ദഅതു ഇലൈഹി ഹജത്തുൽ മുതഫഖിമീന ലിമിൻഹാജിൽ ഫിഖ്ഹി മിൻ ശർഹിൻ യഹല്ലു അൽഫാലഹു വയുബയ്യിനു മുറാദഹു വയതമ്മിമു മുഫാദഹു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഹാബിൽ ലിദ്ദലീലി വത്തഅലീൽ മിൻഹാജിൽ ഒരു മസ്അല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ ഒന്നുകൂടെ പറയും. അതെന്താണ്? ഒന്നെങ്കിൽ കിതാബ് അല്ലെങ്കിൽ സുന്നത്ത് ഇജ്മാ ഖിയാസ് ദലീൽ അല്ലെങ്കിലോ അതിൻ്റെ ഫിഖ്ഹിയ അഖലിയായ ന്യായങ്ങൾ. ഇത് ഓരോന്ന് സ്ഥാപിക്കും. നമ്മളെല്ലാം മഹല്ലിയോടുമ്പോൾ ഓരോന്ന് കെട്ടയച്ചത് ഒരു മസാല പറഞ്ഞ അപ്പം തറും ദലീലും ദലീൽ വത്തഅലീൽ. ഇപ്പൊ പുതിയ കിതാബിലൊന്നും ഉണ്ടാകുന്നു പറയില്ല, അത് കളഞ്ഞു വഖത്ത് സറു അലൈഹി എന്നിട്ട് അതിനെ മേലെ മാത്രം ചോദിക്കും വഖാല ഹദാ ഹാസിലുൽ ഇൽമി അതാ ഇത് തന്നെ ഇൽമി ദലീലുണ്ടായാലും നോക്കണ്ട. വഖാല നഫഅ അല്ലാഹു ബിഹി വീണ്ടും മൂപ്പർ പറയുന്നു ഇന്ന ഫുഖഹാ അൽ വഖതി വതലബത്തൽ ഇൽമി ഇന്നക്കാലത്തെ ഫുഖഹാവും അതുപോലെ തന്നെ ഇൽമിലെത്തുന്ന വിദ്യാർത്ഥികളും മാ യൻബൂന അഖദൽ ഇൽമി മിൻ സലാസത്തി അഷ്യാ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഇൽമി പിടിച്ചെടുക്കാൻ ഒരു ലക്ഷ്യം വെക്കുന്നേ ഇല്ല. എന്താണ്? ഒന്ന് അവ്വലുൽ ഖുർആൻ ഖുർആനിൽ നിന്ന് കാര്യം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മെച്ചവർക്ക് ഓതാനുള്ളത് അതെങ്ങനെ ഓതിയാലും മതി. ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞാൽ മൊത്തം അതൊന്നും നമ്മൾ നോക്കണ്ട. ആ ഖുർആനെ തദബ്ബുർ ചെയ്യുകയോ അതിൽ നിന്ന് മസ്അല മനസ്സിലാക്കുകയോ വലാ യഖ്റൂനൽ ഇൽമ മിൻഹ അതിൽ നിന്ന് ഇൽമ പിടിച്ചെടുക്കുകയോ ചെയ്യുന്ന പരിപാടിയേ ഇല്ല. രണ്ട് വകുതുബുൽ ഹദീസ് വസുന്ന ഹദീസ് സുന്നത്തിന്റെ കിതാബുകൾ ലാ യഖ്റഊനഹ ഇല്ലാ ലിൽ ബറക ഒരു ബറക്കത്തിന് വേണ്ടി അതാണ് ഹദീസ് ഓതിയിട്ട് ഹദീസ് എന്ന് പറഞ്ഞു കൊടുക്കും. ലാ ഗൈറു ഏതാനും പേജുകൾ ഓതിയാൽ എന്താക്കി ഫോട്ടും കിട്ടി. മുഖാബിൽ അസഹി വല്ലഹൽ മിൻ കുതുബി സലഫ് അതുപോലെ അൽഹർ അസഹിന്റെ മുഖാബിലുണ്ടല്ലോ അത് മിൻ കുതുബി സലഫിൽ മുത്തഖദ്ദിമീങ്ങളെ സലഫുകളെ കിതാബിൽ നിന്ന് ലാ യഖ്ബലൂനഹു വലാ യഖ്റഊനഹു അത് നോക്കലുമില്ല സ്വീകരിക്കലുമില്ല ഇല്ലാ ഇസ്തിദ്ഹാർ അതൊരു പ്രശസ്തിക്ക് വേണ്ടി എന്നല്ലാതെ. വഹൽ തദ്രി നീ അറിയുമോ ലം യുദ്രികു ഫഹ്മ മആനിൽ ഖുർആൻ ഖുർആനിന്റെ മാനിയ ഫഹ്മ് അവർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയോ? ദാലിക ലികൗനിഹിം ലാ യുഹിബ്ബൂന കുതുബസ് സലഫിൽ സലഫുസ് സാലിഹീങ്ങളെ കിതാബ് ഓർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അൽ ഖദീമ അത് പഴയതായിപ്പോയി. ലിഅന്നഹാ തഹ്തവി അല ദലീൽ വത്തഅലീൽ വത്തൻളീർ ഒരു മസ്അലക്കുള്ള ദലീല് തഅലീല് തൻളീർ ഏതാ ഒരു മസ്അല ഒരു പറഞ്ഞിട്ട് ഇതിന് തത്തുല്യമായ മറ്റ് നളീറായ മസ്അല ഉണ്ടാകുമല്ലോ അതിന്റെ ഹുക്മ് തൻളീറും തൻസീൽ പറയുന്നേ തൻസീലല്ല ഉണ്ട് തൻളീർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സാധനം ഹുക്മിലൊന്നാകുക. തേങ്ങന്റെ കണ്ണും ഓട്ടോറിക്ഷന്റെ വീലും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടും രണ്ട് സാധനം പക്ഷെ മൂന്ന് എന്ന വിഷയത്തിൽ ഒക്കുന്നുണ്ട്. ഓട്ടോറിക്ഷക്ക് എത്ര വീലുണ്ട്? തേങ്ങക്ക് എത്ര കണ്ണ്? മൂന്ന്. അപ്പൊ മൂന്നിയത്ത് എന്ന വിഷയത്തിൽ തേങ്ങയും ഓട്ടോറിക്ഷയും ഒന്നാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തംസീൽ വല്ല ഒരു രണ്ടും രണ്ട് വേദി തൻളീർ അല്ലേ മതക്ക് ഓർമ്മ പറഞ്ഞത് അഹ്റുംബി അഹബത്ത കൽവറൈൻ്റെ കാഫത്ത തൻളീറിന്റെ കാഫ് ഒരാളെ എത്രാന്ന് പറഞ്ഞ ആടങ്ങനെ പറഞ്ഞിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞ ബാഗ് ജെറിന്റെ അർഫാന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ. ഇങ്ങനെ ജെറ് വായിച്ചേ ഓറാവും പറയണം പോലും കാഫ് തൻളീറാവും അല ജെറിന്റെ അർഫാന്ന് ഓർ പറഞ്ഞിട്ടുണ്ടാ പിന്നെ അങ്ങനെ അല കൊടുത്ത്
അപ്പൊ അഹ്റുംബി അഹബത്താന്റെ മിസാലല്ല ഏത് കൽവറകൾ. അഹബത്ത് ഫീലിന്റെ ജാനിബിലാണ്, വറ എന്നുള്ള തർക്കിന്റെ ജാനിബിലാണ്. അപ്പൊ രണ്ടും വുജൂബിയത്തിന്റെ വിഷയത്തിൽ തുല്യം. അമല് ചെയ്യുന്ന അവസരത്തിൽ അഹബത്ത് കൊണ്ട് പൊടിക്കണം എന്നതുപോലെ വുജൂബാണ് വറ എന്ത് തർക്കിന്റെ വിഷയത്തിൽ വറ കൊണ്ട് പൊടിക്കണം എന്നുള്ളത്. ولهذا إذا نظرت إلى العالم الكبير الطبقة وجدت باطنه مظلما കണ്ട വലിയ ഇൽമിന്റെ തബക്കയിൽ ഉന്നതന്മാരായ ആളെ നീ നോക്കി നോക്ക്, അവർ ബാത്തിൽ ഇരുട്ടായിരിക്കും. എന്തിന്റെ കുറവാണ്? ഖുർആൻ ഖുർആൻ പോയിട്ടുണ്ട്. ഖുർആൻ വെച്ചാൽ മാത്രം ഓതാനുള്ള സാധനമായി മാറി. അതിൽ നിന്ന് തദബ്ബുറോ അല്ലെങ്കിൽ ഇതെന്താ അല്ലാഹ് നമ്മളോട് പറയുന്നത് ചിന്തിക്കുകയോ ഒന്നുമില്ല. വാൻ ഇൽമി സുന്നത്തിൻ നബവിയ്യ, നബവിയായ സുന്നത്തിന്റെ ഇൽമിനെ തൊട്ടും വറ കൽബ് ഖാലിയാണ്. അതുകൊണ്ട് കൽബിൽ ഇരുട്ടായിരിക്കും, പുറമേ നോക്കിയാൽ ഭയങ്കര ആലാ ദർജയിലുള്ള പഠനമായിരിക്കും. وقال سيدنا القطب عبد الله الحداد رضي الله عنه من تأمل تصانيف المتأخرين, മുഖത്തഅഖരീങ്ങളായ പിൻതലമുറയുടെ കിതാബിൽ നിന്ന് ചിന്തിക്ക്, റഅഹ തഖ്സുറു അൻ തസാനീഫി സാബിഖീൻ, മുൻകഴിഞ്ഞവരുടെ തസ്ലീമാത്തിനേക്കാൾ എത്രയോ പിന്നോക്കമാണ്, വളരെ കാസിറാണ് എന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ട്? ലിഅന്നഹ ഔലഹു വനിയ്യാതുഹും അഹ്സനു മിൻ നിയ്യാതിഹിം, അവർ വളരെ സലഫ് സാലിഹ്യങ്ങളെ കിതാബ് വളരെ വാദിഹായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ നീയത്താണെങ്കിലോ നമ്മളെ ഇന്നത്തെ നീയത്തിനാക്കാണ് ഹസനായ നീയത്തായിരിക്കും. അതുകൊണ്ട് ആർക്കും ബാറാക്ക് അടിച്ചുകൂടാ, എന്നെ ഒപ്പിച്ചെടുത്തുകൂടാ ആരും പറയില്ല. മഹല്ലി ഇമാം കിതാബെല്ലാം എന്താ ലോകത്തിനെല്ലാം മുഴുവൻ ഒക്കപ്പ, ആർക്കും ഒന്നും ഉപയോഗിക്കാം. ഇന്നടിക്കുന്ന പറയും ഹഫോക്കത്തബി മഹഫോലത്തും ബാറാക്ക് ഇതിൽ നിന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടോ അപ്പുറത്ത് മൻഅംബാത്തെന്ന് പുറത്ത് വായിച്ചു നോക്കറാം. കർശനമായ നിരോധമാണ് ഇത് എഴുതിയിട്ടോ ഫോട്ടോ എടുത്തിട്ടോ വേറെ എന്തെങ്കിലും ആക്കൽ എന്നുള്ളത്. ഞാൻ നിയമ നടപടിക്ക് ഒരുങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെവിടെയെങ്കിലും നോക്കാറ ഇല്ല. തെറ്റുവയ്ക്കാനിക്കുന്നില്ല. ഇത് കട്ടെടുത്തിട്ട് വേറെ കിതാബ് കിട്ടും, അപ്പൊ ഇയാളെ പേര് പോവും. ചില കിതാബിന്റെ പുറത്തെങ്കിലും വായിച്ചു നോക്കിയിട്ടില്ല, കാശാക്കുന്നുണ്ട്. അതേ അവസരത്തിൽ റിയാദുസ് സാലിഹീൻ ആർക്കും അടിക്കല, ഖുർആൻ ആർക്കും അടിക്കല, ആർക്കും ആരെങ്കിലും കുത്തകയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ومن كلام سيدنا العارف الله عبد الله بن محسن العطاس رضي الله عنه وإذا رأيت أو سمعت شيئا من الكتب, നീ ഒരു കിതാബ് കാണുകയോ കേൾക്കുകയോ ചെയ്ത് നോക്കാം. എന്നെന്താണ്? സലഫു സാലിഹ്യങ്ങളെ കിതാബായിട്ട് ഒക്കുന്നോ നോക്കണം. നബി ഇമാം പറഞ്ഞ് നോക്കുന്നോ, ഷാഫി ഇമാം പറഞ്ഞ് നോക്കുന്നോ, അല്ല ഷറാൻ ഇമാം പറഞ്ഞതിനോട് ഒക്കുന്നോ നോക്കണം. എന്തെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അത് അഫഅലുഹു അലാ അമലി സലഫി വകുതുബിഹി, സലഫ് സാലിഹ്യങ്ങളെ കിതാബിന്റെ മേലിലും അവരുടെ പ്രവർത്തനത്തിന്റെ മേലും എന്താക്കുക, ഒന്ന് ഒത്തുനോക്കുക. ഫയം വാഫഖ ഹദിയഹും, ആ സലഫു സാലിഹ്യങ്ങളെ ഹദീനോട് ഒത്തിട്ടുണ്ടെങ്കിൽ ഫൽസമുനി മുറുക്ക പിടിച്ച. വമാലം എന്നില്ല പിന്നെ അതുപോലെ കളഞ്ഞ്, ഒത്തിട്ടില്ലെങ്കിൽ ഫത്തുറുക്കും അത് ഒഴിവാക്കിയ. അപ്പൊ ഇബ്നു ഹജർ തങ്ങളെ ത്വഹഫ കൊടുക്കുന്നില്ല, എന്താക്കണം വെച്ചാൽ തള്ളേണ്ടി വരും. എന്താണ്? ഫഇന്നഹും മീസാനു തസ്നീഹിൽ അമാൽ, അമല് സഹിയാക്കുന്ന വിഷയത്തിൽ നമുക്കുള്ള തുലാസാണ് ആര്? മുൻകഴിഞ്ഞ നേതാക്കന്മാർ. ഫി ജമീഇൽ അഹ്വാലി വമുതാലഅത്തു കുതുബിഹിം വഖിറാഅതുഹാ മിനൽ ബിർരി ലഹും, ആ മുൻകഴിഞ്ഞ നേതാക്കന്മാരെ കിതാബ് മുതാല ചെയ്യലും അത് വായിക്കലും അവരോട് ചെയ്യുന്ന ബിർറിൽപ്പെട്ടതാണ് എന്നാണ്. ബിർറി ഹിസാൻ ഉണ്ടല്ലോ, മാതാപിതാക്കളുടെ ബിർറി. അപ്പൊ സലഫു സാലിഹ്യങ്ങളുടെ നന്ദി രേഖപ്പെടുത്തലാന്ന് ഓരോ കിതാബ് വായിക്കുക. അത് ഒഴിവാക്കലോ മിനൽ ഹുഖൂഖ്, അവരോട് കാട്ടുന്ന അപമര്യാദയും ഹുഖൂഖുമാണ്. ഹുഖൂഖുൽ വാലിദൈനി ബിർറുൽ വാലിദൈനി എന്ന് പറയുന്നില്ലേ. വലാ ബഅസ ബിമുതാലഅത്തി കുതുബി ഗൈരിഹിം, ഗൈറിന്റെ കിതാബ് വായിച്ചൂടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വലാകിമാ മുതാലഅത്തി കുതുബിഹിം, മുൻകഴിഞ്ഞ ആളെ കിതാബ് വായിക്കുന്നതോടൊപ്പം വായിച്ചോ, അത് അവഗണിച്ചുകൊണ്ട് പാടില്ല എന്നേ പറയുന്നുള്ളൂ. وقال رضي الله عنه كتب الحبيب عبد الله الحداد رضي الله عنه ന്റെ കിതാബുകൾ കാഫിയത്തുൻ, അത് മതിയായതാണ്. ലിമൻ തമസ്സക ബിഹാ, അത് മുറുകെ പിടിച്ചവർക്ക്. അതുകൊണ്ട്
ഫഹിയ തുളിഹിറുലിൽ മുതമസ്സികി ഹഖായിഖഹ, അത് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ആ കിതാബ് വെളിപ്പെടുത്തി കൊടുക്കും ഇൽമിന്റെ ഹഖായിഖുകൾ മുഴുവനും. വൽ ഹബീബ് അബ്ദുല്ലാഹ് ലാ യുഫാരിഖു കുതുബഹു, അൽ ഹബീബ് അബ്ദുല്ലാഹി അൽ ഹദ്ദാദ് ഓർ കിതാബായിട്ട് പിരിയൂല എന്ന കിതാബ് വെച്ച സ്ഥലത്ത് അവിടെ റൂഹിന്റെ സാന്നിധ്യം ഉണ്ടെന്നാ പറഞ്ഞത്. അതെല്ലാവർക്കും ഉണ്ട്. ഇമാം ഗസാലിക്കുണ്ട്, ഖാദി ഇമാമിനുണ്ട്. ഓരോ ഉമ്മത്തിന് കൊടുത്ത വേറെ അനന്തര സ്വത്തായത്. അപ്പൊ ലാഹിൽ മരിച്ചിട്ട് കണ്ടെങ്കിലും ഓരോ റൂഹിന്റെ ബന്ധം ഈ കിതാബുമായിട്ട് എപ്പോഴും ഉണ്ടെന്ന് പറയും, പിരിഞ്ഞിട്ടില്ല. മനസ്സിലായിട്ടില്ല? അതാണ് ഈ ഷറഹ് കൊടുത്തതാ. ഐ അന്ന റൂഹഹു ലാ തുഫാരിഖുൽ അമാകിനല്ലതി തുഖറഉ ഫീഹാ കുതുബുഹു, അവരുടെ കിതാബ് പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ റൂഹി പിരിഞ്ഞു പോകില്ല, നമ്മുടെ റൂമിലുണ്ട് നായി. കാരണം ലിഅന്ന കുല്ലൻ ഇൻദ കലാമിഹി, ഓരോരുത്തരും അവരുടെ കലാമിന്റെ അടുക്കലുണ്ടാവുമല്ലോ. وجميع العلوم موجودة في ديوان الحبيب عبد الله الحداد رضي الله عنه. മൂപ്പർ ദീവാനിൽ കിതാബ് ഒരു ഉണ്ടാക്കിയ കിതാബ് അല്ലത്, ഓരോ വായ്മൊഴികൾ എഴുതി വെച്ചിട്ട് പിന്നീട് വായിച്ച് കളിപ്പിക്കും. ആ ദീവാന്റെ കിതാബിന്റെ പേരാണ്. 12 ഇഷാലുണ്ടവർക്ക് അതിന്റെ മജുമ ഇപ്പം വാങ്ങാൻ കിട്ടും. നമ്മുടെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അഹമ്മദ് ഉസ്താദിന്. അപ്പൊ എല്ലാ ഉലൂമും അതിലുണ്ടെന്നാ പറയുന്നത്. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, ഉലൂമുൽ ഹബീബി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉലൂമ് കുല്ലുഹാ വഹബിയ്യത്തുൻ, അതെല്ലാം അല്ലാഹുവിന്റെ വഹബിയായ ഓചാരമായ ഇൽമാണ്. ഓർക്ക് മാത്രമൊന്നുമല്ല. ഹിക്കമിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞിട്ടെ, ഏത് ലോകത്തെന്നാണ് ഇങ്ങനത്തെ ലിബാർത്തെല്ലാം വരുന്നത്? അല്ല, അഹമ്മദ് തറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 100ഓളം സഹായിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു, ഞാൻ 33 മതിയാക്കിയത്. ഒരു കിതാബ് ഈ പറഞ്ഞ ഒരൊറ്റ ഇബാറത്ത് അടുത്തതിൽ ആവർത്തിക്കൂല, എല്ലാം മുത്തഫദ്ദിഖായ കിതാബാണ്. അത് ജൗഹറത്തുൽ തൗഹീദാണില്ലേ? എന്താന്ന് എന്റെ ഒഴുക്ക്, ഇതെവിടുന്ന് വരുന്നത്? അപ്പൊ അതിനുണ്ടങ്ങനെ. അബ്ദുൽ വഹാബ് ഷെറാനി ഇമാമിന്റെ കിതാബ് നമ്മൾ വിശക്കുന്ന അവസരത്തിൽ വായിച്ചു നോക്കുക, വിശപ്പിന്റെ പറ്റി നിശ്ചയം ഉണ്ടാവില്ല, ദാഹം നമുക്ക് അനുഭവപ്പെടില്ല, ക്ഷീണം അനുഭവപ്പെടില്ല. അല്ല, എനിക്ക് തോന്നിയ അവസ്ഥ പറയും. ആ കിതാബ് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ മതി. അതിലിങ്ങനെ നൂറാനിയത്തല്ലേ മഹൽ ഇമാമിന്റെ കിതാബ്. എന്തായിരിക്കും? ആർക്കും മടുപ്പുണ്ടാ? എല്ലാം വഹബിയ്യ. എന്നിട്ടോ ഗസാലി ഇമാമിനെ പറ്റി പറഞ്ഞല്ലോ, മുസന്നിഫ് നമ്മുടെ അബിയുമായി സംസാരിക്കുകയാണ്. ആ വഹബിയ ഇൽമിനെ മൂപ്പർ എന്താക്കുന്നറിയോ? ബി സൂറത്തിൽ ഇൽമ ലാഹിറ ഇൽമിന്റെ സൂറത്ത് കൊടുത്തിട്ട് വഹബീനെ അങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ മുഖം കൂടി തുറക്കുമ്പോൾ കിട്ടുക. അപ്പൊ ഇതാണെങ്കിൽ ഖുർആന്റെ ഹാൽ എന്തായിരിക്കും? ഖുർആന് അള്ളാഹുവിന്റെ ഹദീസുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർക്കപ്പെട്ട് ഔലിയാക്കളൊക്കെ ചേർക്കപ്പെട്ടതിന്റെ ഹുക്കുമാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ പിന്നെ ഹദീസിന്റെ അവസ്ഥ എന്തായിരിക്കും? വജമഅൽ ഉലൂമൽ ളാഹിറത വൽ ബാത്തിനത കലാമി, ബാത്തിനായ ഉലൂമുകളും ളാഹിറായ ഉലൂമുകളും മൂപ്പറ കലാമിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇൻതഹ. വഖാല സയ്യിദുന ഇമാം മുഹമ്മദ് ഇബ്നു സൈൻ ഇബ്നു സുമയ്യത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅലൈക ബികിതാബി ഖിറാഅത്തിൽ കുതുബിൻ നാഫിഅ, നാഫിആയ ഉപകാരപ്രദമായ കിതാബുകൾ പാരായണം ചെയ്യൽ നീ മുറുക്കാക്കണം. വലാ അൻഫഅ വലാ അജ്ദ വലാ അർഫഅ, ഏറ്റവും ഉപകാരപ്രദവും ഏറ്റവും നീക്ക് ദാനം നൽകുന്നതും ഏറ്റവും മേത്തരമായതും ഒന്നുമില്ല മിൻ കുതുബി മൗലാന അൽ ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്. മൂപ്പറ കിതാബിനൊക്കെ വെച്ച് നോക്കുന്നൊരു കിതാബില്ല എന്നാ. പ്രത്യേകിച്ച് സിയമൻ നസായി ഒരു കിതാബാണ്, നസായുദ്ദീനിയ. വദ്ദഅവ മറ്റൊരു കിതാബ്, നേരത്തെ ദീവാൻ പറഞ്ഞല്ലോ, അതാ വദ്ദീവാൻ. ഫഅലൈക ബിദാലിക, നീ നന്നായിട്ട് മുറുക്കപ്പിടിച്ചോ. തൻജു ഇൻഷാ അല്ലാഹു തആല മിനൽ മഹാലിക്. അല്ലെ, ഗസാലി മാഷ് പറഞ്ഞല്ലോ, നീ എന്തോ അതിൻ്റെ കൂടെ എൻ്റെ കിതാബ് നോക്കിക്കോ, പിന്നീട് നിന്നെ ഹിദായത്തിലേക്ക് എത്തിക്കൂ. എന്താണ് നിനക്ക് വേണ്ടുന്ന ഇഖ്ലാസും ഞാൻ ഏറ്റെടുത്ത് ചേർത്തിട്ടുണ്ടെന്നാണ്. എന്താ ഒരു ഇമാമിൻ ഇത്രമാ ധൈര്യമായി പറഞ്ഞു? നീ ഇഖ്ലാസ് കാട്ടണ്ടേ? ആ ഇഖ്ലാസ് കൂടെ ഞാൻ ഏറ്റെടുത്തിൽ ചേർത്തിട്ടുണ്ട്. അതെ, നബിമാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബിമാമിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റിദ്വാൻ പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ
ആകാശങ്ങളൊക്കെ ചമയിക്കപ്പെട്ട് വലിയ പ്രകാശപൂരിതമായി മലായിക്കത്തെല്ലാം ഉഷാറായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് ഇന്നെന്താ വിശേഷം? നവൈമാവന് ഒരു സ്ഥാനം കൊടുക്കുന്ന സമയമാണ്. കൊടുത്തെന്താന്ന് അള്ളാൻ്റെ ഇതുപോലെ എനിക്ക് മാത്രം പോരാ, എൻ്റെ കിതാബ് നോക്കുന്നവർക്കും കിട്ടണം, എന്നാലേ ഞാൻ തിരുപ്പതിപ്പെടുന്നു. തൊഹഫയിലൊക്കെ പ്രതീക്ഷ പറഞ്ഞിട്ട് മൂപ്പരണ്ടിയല്ല വരിന്നുവാനും വന്നി വൻ അഹിബായി ഏത് കിതാബിന്റെ അവസാനം പറയുമല്ലോ. നാസില്ലേ വരിന്നുവാനും വന്നി. അതാ മഹാലിക്കിനെ തൊട്ട് രക്ഷപ്പെടുത്തും. മമാലിക്ക് നിന്നെ രാജാക്കന്മാരുടെ പദവിയിലേക്ക് എന്താക്കും, നിന്നെ ഉയർത്തിക്കളയും. വദക്കറ റളിയല്ലാഹു അൻഹു പറയുന്നു അന്ന സയ്യിദന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കാന യഖൂലു മൻ ഇൻദഹു ദീവാൻ, ദീവാൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ലാ യഹ്താജു മാഹില ഗൈരി, വേറെ കിതാബൊന്നും ആവശ്യം വരില്ല. പറയാൻ വേണ്ടതല്ലുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായ ഇൽമല്ല അതിലുണ്ട്. അലം തഅലം അന്ന ഔദഇനാഹു മിനൽ ഉലൂമി വൽ അസ്റാറി മാ ലം നൂദിഹു ഗൈറഹു മിനൽ മുഅല്ലഫാത്ത്, നീ അറിയുന്നില്ലേ നമ്മളതിലെ ഉലൂമിനാലും അസ്റാറിനാലും നിക്ഷേപിച്ചിട്ടുണ്ട് മറ്റൊരു മുഅല്ലഫാത്ത് നിക്ഷേപിച്ചിട്ടില്ലാത്തത് അതിനുള്ളിലുണ്ടെന്നാണ്. ഇതിലെ ദീവാനിലെ വഫീ തസ്ബീത്തിൽ ഫുആദ്, അത് മൂപ്പറക്കൊണ്ട് ചേർക്കുന്നൊരു കിതാബാണ്, പക്ഷെ സ്വന്തം കയ്യെഴുത്തല്ല. അന്ന സയ്യിദുൽ ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖാല മാ ബഖിയ ശൈഉൻ മിനൽ ഉമൂരി അല്ലതി യഹ്താജു ഇലൈഹി സാലികൂൻ, സാലിഹ്യങ്ങൾക്ക് അനിവാര്യമായി വരുന്ന ഒരു കാര്യവും ബാക്കി വെച്ചിട്ടില്ല. ഇല്ലാ ബളൈനഹ ഫീ കുതുബിന, നമ്മുടെ കിതാബിൽ നിക്ഷേപിച്ചിട്ടല്ലാതെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഫമൻ അറാദ ശൈഅൻ മിൻ ദാലിക വജദഹു ഫീഹാ, ആ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടോ എന്നാൽ ആ കിതാബ് വെറുതെ കിട്ടുന്നവർ എല്ലാം കിട്ടും. യമനിൽ നിന്ന് എത്തിക്കാന്നുകൊണ്ട് ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇടക്കിടക്കെ പോയി ഒന്ന് ഉണർത്തണം, അതാണ് തോന്നും. ഞാൻ വോയിസിനോട് വന്നു ഒരു അന്നേരം സ്റ്റോക്കില്ല. ഉബർ പറഞ്ഞല്ല മഷരിക്കും അറബിൻ്റെ ഇടയിൽ കിതാബ് മൗജൂദാണെങ്കിൽ ഞാൻ എത്തിച്ചേരും. അതിന് വലിയ തോഫീക്കാണ് ഉബർ. അന്ന് ഒന്നുമില്ല, അതിന് PDF ആക്കും. ജുർവ അൻ ബഅദിൽ അകാബിരിൽ ആരിഫീൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറഞ്ഞ് അന്നഹു ഖാല, ഈ ആരിഫീങ്ങൾ പറഞ്ഞതേ ഓരോ ഇമാമികൾ കിതാബ് ഉണ്ടാക്കിയ ശൈലിയെക്കുറിച്ച് ഒരു ഉപമ എന്താണ്? അൽ ഇമാമുൽ ഗസാലിയു ഗസല ഉലൂമ തരീഖ, അതായത് നൂല് പഞ്ഞി കൊണ്ട് നൂലുണ്ടാക്കുക, നൂലുകൊണ്ട് എന്താക്കുക, നെയ്തിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കുക, ആ ഷീറ്റ് മുറിച്ചിട്ട് കുപ്പായാക്കുക, കുപ്പായാക്കിയിട്ട് തേച്ച് മിനുക്കുക, ഇങ്ങനെ പല പണിയുണ്ട്. ആ പല സ്റ്റേജിനെ കൊണ്ട് ഉപമിച്ചാന്ന് ഒരു വസ്ത്രത്തിനോട് ഉപമിച്ചാ പറയുന്നത്. ഗസാലി ഇമാം എന്താക്കി തരീഖത്തിന്റെ ഉലൂമിനെന്താക്കി നെയ്ത് അതിന്റെ നൂൽ. വല്ലിമാമു ഷാറാനി ഇമാം എന്താക്കി ഒരു നസജഹ, അതിനെ നെയ്തിട്ട് വസ്ത്രമാക്കി. രണ്ടാമത്തെ ആളില്ലേ വൽ ഹബീബ് അബ്ദുല്ലാഹിബിൻ അലബിൽ ഹദ്ദാദ് എന്ന കസ്സറഹ ബഹളഹ, അതിനെ എന്താക്കും അലക്കിയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. എടുത്ത പാടുണ്ടാകുമ്പോൾ അലക്കി വൃത്തിയാക്കിയിട്ടാണ് തുണി അതിന്റെ കളറിലും കിട്ടാൻ, അങ്ങനെയാക്കി. വൽ ഹബീബ് അബ്ദുല്ലാഹിബിൻ ഹുസൈൻ താഹിർ എന്താക്കി ഫസ്തലഹ വ ഖയ്യത, അതിനെ തുന്നിയിട്ട് എന്താക്കി ഓരോരുത്തർ അളവെടുത്തിട്ട് തുന്നിയിട്ട് കുപ്പായാക്കി. ശേഷക്കാർക്ക് എന്താ പണി? അത് ഇട്ടിട്ട് നടന്നോളുക, ആ വസ്ത്രം അണിഞ്ഞിട്ട്. വലം ജബക ഇല്ല ലിബാസുൽ ഇമാം വഫീഖ ലഹു, തോഫീക്കുള്ള ആളെന്താക്കും അത് ധരിച്ചിട്ട് നടന്നോളുക. കുപ്പായാക്കി തന്നു, നല്ല റെഡിമെയ്ഡ് കുപ്പായം. പക്ഷെ ഇതിന്റെ പിന്നിൽ പണിയെടുത്ത ആളായിട്ട് ഒന്ന് നൂലുണ്ടാക്കുന്ന ആള്, ഒന്ന് നെയ്യുന്ന ആള്, ഒന്ന് കട്ട് ചെയ്തിട്ട് എന്താക്കണോ അടിച്ച് തയ്യാറാക്കണ്ടേ, പിന്നെ തേച്ച് മിനുക്കി ഈ പണിയെല്ലാം മുൻകഴിഞ്ഞാൾ എടുത്തിട്ടുണ്ട്. അതാ കുത്തുബുൽ ഇമാമി ഹുജ്ജത്ത്, അതാ പഴയ കിതാബിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്. കുത്തുബുൽ ഇമാമി ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു വറല്ലാഹു അൻഹു ഖാല സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നു അകിബ അലാ മുതാലഅത്തി കുതുബിൽ ഇമാമിൽ ഗസാലി, ഗസാലി ഇമാമിന്റെ കിതാബ് മുതാല ചെയ്യുന്നവർ വീണ് വെച്ചോ. നമ്മങ്ങോട്ട് പറയല്ലേ മുഖം കൊത്തി വീകലെന്ന്, ഒരിക്കലും കൈവിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് പഠിച്ച ജാഹില പറയുന്ന മൂപ്പർക്കൊന്നും അറിയില്ല, ലൈഫാന്നത്. അപ്പൊ ആര് പറഞ്ഞ എടുക്കേണ്ടത്? കിതാബിന്റെ കൂട്ടത്തില് അത് കൽ ഖുസാരി ഫി തആം, തആം എന്താണോ ഖുസാർ എന്ന് പറഞ്ഞ കറി, അത് അടിയിൽ എഴുതിയിട്ടതാ. ബിഹാ ഖാഇം മദ്മൂമത്തിൻ സുമ്മ സാദിൻ മുഹമ്മദ് അബഹു ലിദാമു, അതേതാണ് ഹദറമിയായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്.
തആമിന് കറി പോലെയാണ്. ബൽ അലാമിൻ ദാലിക, പക്ഷെ അത് ശരിയായിട്ടില്ല, അതിനേക്കാളും മേത്തരാണ്. എന്തുകൊണ്ട്? ഫഇന്ന തആമ ഇദാ ലം തസ്തഹിഹി, ഭക്ഷണം എനിക്കിപ്പോൾ ആഗ്രഹമില്ലെങ്കിൽ തറക്തഹില വഖത്തിൻ ആഖർ, മറ്റൊരു വശത്തേക്ക് കഴിക്കാന്ന് വെച്ച് വെക്കാലോ. എന്നാ വഹാദാ ലാ യുസ്തഗ്നാ അൻഹു ബിഹാൽ, ഇമാം ഗസാലിയുടെ കിതാബ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തത് എന്നൊരു വ്യത്യാസമുണ്ട്. കറി കൂട്ടിയാലേ ഭക്ഷണം ഇറങ്ങുമെന്ന് മാറ്റാലോ, പക്ഷേ അങ്ങനല്ല. لأنه جمع فيها الشريعة والطريقة والحقيقة ومواريث السلف, സലഫ് സാലിഹ്യങ്ങൾ അനന്തരമാക്കി കൊടുത്ത ഉലൂമുകളും ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും എല്ലാം ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് ഗസാലി ഇമാമിന്റെ കിതാബ് റളിയല്ലാഹു അൻഹു. അതാ വഖദ് റഅ ബഅദുഹും, ചിലർ മനാമി കണ്ട് അല്ലെങ്കിൽ മുകാശഫയിൽ കണ്ട്, ബഅദമാ സന്നഫൽ ഇഹ്യാ മുമ്പ് തസ്നീഫാക്കിയപ്പോൾ ആരെ കാണുന്ന ശൈത്താൻ എന്താകും? വഹുവ യഹ്സു അലാ റഅസി തുറാബ്, തലേ മണ്ണ് വാരിയിട്ട് യാ ഹസ്റത്താന്ന് പറഞ്ഞിട്ട് എന്താണ്, എൻ്റെ അടവ് നടക്കൂല, ഒരു കിതാബ് ഉണ്ടാക്കി പോയിട്ടുണ്ട്, അതാരെങ്കിലും മുറുകെ പിടിച്ചെങ്കിൽ എൻ്റെ അടവ് മുഴുവനും പരാജയപ്പെടും. അതാണ് എന്താക്കുന്നത്? ഇഹയ്യൊക്കെ തെറ്റുണ്ട് എന്ന് പഠിച്ച ജാഹിലിയങ്ങൾക്ക് ഇബ്ലീസ് തോന്നിപ്പിച്ച് നോക്കാണ്ടിരിക്കല്. അതാ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കൽബാര കൈമരുണ്ട്, ശൈത്താൻ്റെ കൈമരുണ്ട്. ഡബ്ബ കേട്ടിട്ടൊന്നും അത് മതിക്കപ്പെടേണ്ട. വഹുവ യഹ്സു അലാ റഅസി തുറാബ് ഫഖാല ലഹു മാ ബാലുക, എന്താ ശൈത്താനെ നിനക്ക്? ഖാല സുന്നിഫ ഫിൽ ഇസ്ലാമി കിതാബുൻ, ഇസ്ലാം ദീനിൽ ഒരു കിതാബ് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അഖ്ശ അന്നന്നാസ യത്തബിയുനഹു, ജനങ്ങൾ അത് പിൻപറ്റിക്കളയുമെന്ന് എനിക്ക് പേടിയിൽ. പറ്റില്ല. ഇത് എങ്ങനെ ഉണ്ടെന്ന് കിട്ടിയില്ലേ? നമ്മുടെ കോളേജിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരു മുസ്ലിംകാരൊട്ടി വന്നു, എന്നാ വല്ലാതെ പറഞ്ഞു ഇഹയ ലൈഫം ഞാൻ കസനമെന്ന് ഇടയിച്ച് ഇയാളൊരു ഓട്ടോ ഓടിയെന്ന് കടങ്ങെല്ലാം തുള്ളിച്ചടിച്ച്, കാരണം കിട്ടിയെങ്കിൽ നല്ലോണം കിട്ടുമെന്ന് എനിക്ക് അയക്കാൻ അറിയാം. وقال سيدنا الإمام أحمد بن زين الحبشي رضي الله عنه إذا قال الإمام حجة الإسلام رضي الله عنه പറഞ്ഞാൽ قولا, ഒരു കോല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലാ ഇൽതഫത് ഇലാ ഖൗലി മൻ ഖാലഫഹു, അതിനെതിരെ പറഞ്ഞ ആളെ കൗലിലേക്ക് നീ തിരിഞ്ഞു നോക്കണ്ടെന്ന്. എന്തുകൊണ്ട്? വകഫാ ബിമാ ഖാലഹു ഹുജ്ജത്തൻ, മൂപ്പർ പറഞ്ഞത് ഹുജ്ജത്തായി മതി. ആരിക്കലി സാഹിബി, അതിന്റെ സാഹിബിന്. എന്തുകൊണ്ട്? ലികൗനിഹി ഇമാം അൽ ഫുഖഹായി വസ്സൂഫിയ്യ, ഫുഖഹാക്കന്മാരുടെ ഇമാമുമാണ്, സൂഫിയത്തിന്റെ ഇമാമുമാണ്. രണ്ടൂലമല്ലേ, ഫഖീഹും വസൂഫിയ്യും ഫകുല്ലൈസ വാഹിദ എന്നല്ലേ പറഞ്ഞു. قال سيدنا القطب الشيخ عبد الله بن أبي بكر العيدروس رضي الله عنه പറയുന്നു, أجمع العلماء العارفون بالله, അള്ളാഹുവിനെ കൊണ്ട് ആരിഫീങ്ങളായ ഉലമാക്കന്മാരുടെ ഇജ്മാഉണ്ട്. അലാ അന്നഹു ലാ ശൈഅ അൻഫഉ ലിൽ ഖൽബി, കൽബിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യവുമില്ല. വഅഖറബു ഇലാ റിളർ റബ്ബി, റബ്ബിന്റെ റിളയിലേക്ക് ഏറ്റവും അഖറബുമായ ഒന്നുമില്ല. മിൻ മുതാബഅത്തിൽ ഗസാലി റളിയല്ലാഹു അൻഹു പിൻപറ്റലല്ലാതെ. വമഹബ്ബത്തിഹി, മൂപ്പറ മഹബ്ബത്ത് വക്കലും വമഹബ്ബത്തി കുതുബിഹി, അവരുടെ കിതാബിന് ഇഷ്ടപ്പെടലും അല്ലാത്ത ഒരു ഭാഷയും വേറൊന്നും കരുതണ്ടെന്നാണ്. അപ്പൊ ഇത്രയും അംഗീകാര സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ആരോ ലൈഫിന്ന് കൊണ്ടേ നമ്മൾ മുഖവിലൊക്കെ എടുക്കണം. മുമ്പർക്ക് ഹദീസ് അറിയില്ല എന്നാ പറയും. ഇവൻ പോയി പഠിപ്പിച്ചു കൊടുക്കട്ടെ. വകുതുബുൽ ഗസാലി റളിയല്ലാഹു അൻഹു കിതാബ് ലുബാബുൽ കിതാബി വസ്സുന്ന, കിതാബ് സുന്നത്തിന്റെ കഴമ്പാണ്. ലുബാബിൽ മഅഖൂലി വൽ മൻഖൂൽ, മഅഖൂൽ ഏതാണ്? അഖ്ലിയ ഉലൂമുണ്ട്. മൻഖൂലോ കിതാബ് സുന്നത്തിൽ നിന്ന് നഖൽ ചെയ്യപ്പെടുന്ന എല്ലാത്തിനും ലുബാബ് അതിനകത്തുണ്ട്. ومن كلام سيدنا الحبيب عبد الله بن محسن الأطاس رضي الله عنه الغزالي رضي الله عنه في الأولياء, ഗസാലി ഇമാം ഔലിയാക്കളെ കൂട്ടത്തിൽ എന്ന് തുടങ്ങി. ആ കാല ഫിൽ ഉലമാ എന്ന് പറഞ്ഞു ഒരു ഖിലാഫുണ്ട്. അപ്പൊ ഉലമാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ കൂട്ടത്തിൽ മസലു സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അംബിയാ, അംബിയാക്കളുടെ കൂട്ടത്തിൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിസാലാണ്. അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ പറ്റി പഠിക്കണല്ലോ. മിസ്ലുമൽ മുസ്തഫ തിഹാമി യുജദ്ദി
خاتم الرسل أول الأنبياء. അതിനപ്പുറം أنا سلطان قطب كل قطب وشيخ أنا باز لسائر الأولياء. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിസാലാണ്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഞാൻ അൻഹല്ലാഹു തആല തന്ന പദവിയിൽ മുസ്ലിം ഇവിടുത്തെ കണക്കാണ്. മുസ്ലിമാൽ മുസ്തഫ തിഹാമയ്യ അനം. പിന്നെ വന്നബവി ഇമാം നബവി റളിയല്ലാഹു അൻഹു ഖുതുബുൽ ഫുഖഹാക്കന്മാരുടെ ഖുതുബാണ്. يروى أن الشيخ القطبي عبد الرحمن السقافي رضي الله عنه كان يقول من لم يقرأ المهذب. إذا مهذب شرح المهذب നബി ഇമാമിന്റെ അതിന്റെ മത്തിനി അബൂ ഇസ്ഹാഖ് ഷിറാസി ഈ മൂന്നെണ്ണത്തിനെ പറ്റി വർണ്ണിച്ചിട്ടാണ് ഇർശാദുൽ ജാഫിയിൽ വലിയൊരു ബാബ് തന്നെ കൊടുത്തു. നമ്മൾ പണ്ട് ഓതിയിട്ടുണ്ടത് അബൂ ഇസ്ഹാഖ് ഷിറാസിയാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പേരാണ് ഷെയ്ഖ്. അഷേഖ് അബൂ ഇസ്ഹാഖ് ഷിറാസി എന്ന് അറിയപ്പെടുന്നുണ്ടാവും. നബി തങ്ങളെ വിളിച്ച പേരാണ് ഷെയ്ഖ്. സഹാബിയാണ്, സഹാബിയല്ല. ചെറു മഹത്വം അത്രയാണ്. ഇർശാദുൽ ജാഫിയിൽ അത് നീട്ടി പറഞ്ഞിട്ട് മദ്ഹബിന്റെ കായിദ എനിക്ക് അറിയൂല എന്നാണ് മുഹദ്ദബോധമാണ്. മജ്മുഇന്റെ മത്തിനെ വമല്ലം ഞക്കറ തംബീഹ, തംബീഹ ഓതിയിട്ടില്ലെങ്കിൽ ഫലൈസ ബിനബീഹ, നോ ബുദ്ധിയുള്ളവനല്ല. വമല്ലം യുതാലി ഇൽഹിയാ, ഇഹിയാ ഇല്ലെങ്കിലോ ഫമാഫി ഹയാ, നോനിക്ക് ഹയാ എന്ന് പറഞ്ഞ സാധനം ഇല്ല. വമല്ലാലഹു ബിറുദ ഫഹുവ ഖിറുദുൻ, ബിറുദില്ലാത്താന് കുരങ്ങുമാണ്. ഒരു വാക്കാണ്. وقال الحبيب الإمام محمد بن حسن النطاس رضي الله عنه പറയുന്ന كان آل أبي علوي, അതായത് ഇവരുടെ കുടുംബക്കാര് قبل أن يصل إليهم الإحياء للغزالي, ഗസാലി ഇമാമിന്റെ ഇഹ്യാഉലും അവർക്ക് കിട്ടുന്നതിന് മുമ്പ് അറാദു അൻ യുസന്നിഫു കിതാബൻ ലഹും, അവർക്ക് വേണ്ടി ഒരു കിതാബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരിക്ക് ലഹും വലിമൻ ബഅദുഹും, ഓർക്കും വേണം ശേഷക്കാർക്കും വേണം. യഹ്ഫദു അലൈഹിം സീറത്തഹും, അവരെ സീറ അതിൽ ഒരുമിച്ച് കൂട്ടണം. വമാ വജദു അലൈഹി സലഫഹും, സലഫു സാലിഹീങ്ങളെ കണ്ടെത്തിച്ച ഒരു മാർഗമുണ്ടല്ലോ അതും. മിനൽ ഇൽമി വൽ അമൽനാലി, അതിലെ കുശൈരി പറഞ്ഞത് കള്ളത്തരീക്കത്തുകാരും കള്ളശേഖന്മാരും വന്നിട്ട് ഇടുന്നാക്കും ജനങ്ങളെ കൊള്ളയടിക്കാൻ തുടങ്ങി. ഏത് കാലത്ത്? 400-ാം കാലത്താ പറയുന്നു. കൊല്ലായിരം കഴിഞ്ഞു. അപ്പോ സലഫു സാലിഹീങ്ങളെ തരീഖ് ഇതായിരുന്നു എന്ന് ഇവരെന്താക്കുന്ന മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും അവർ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ഇതിൽ നിന്ന് എല്ലും കൊല്ലം വേർതിരിച്ചിട്ട് സലഫു സാലിഹീങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്താക്കുന്നത് ഹുശൈരി റിസാല എഴുതുന്നത്. അതിനെന്താ സഖറുൽ അൻസാരി റളിയല്ലാഹു ശറഹ് എഴുതിയിട്ടുണ്ട്. ഇഹ്കാമുദ് ദലാല അലാ തഹരീരി റിസാല, 3 വള്ളിയുണ്ട് അവിടെ. അതിന്റെ ഹാഷിയാണ് താജുൽ അഖ്താറുൽ ഖുദ്സിയ്യ മുസ്തഫ അൽ അറൂസിന്റെ. ഇത് 3 കൂടെ കൂടിയാൽ തസവ്വുഫിന്റെ ബഹറ സബ്അത്ത് അബ്ഹറ എന്ന് വിളിച്ചിട്ടുണ്ട്. അറിയോ? എന്താ സുഹൃത്ത് ഇമാം പറഞ്ഞത്? എന്താ അവാരിഫുൽ മാരിഫ്, ഇഹ്യാഉലുദ്ദീന്, റിസാലത്തുൽ ഖുശൈരി, അതുപോലെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ ഈ 4 നേതൃത്വത്തിൽ നിന്ന് എന്താക്കണം തസവ്വുഫ് വലി വിലായത്ത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഷെഹ്റാൻ ഇമാമിന്റെ കിതാബിൽ പെടും. പക്ഷെ ഷെഹ്റാനി അത് അപ്പം അറിയില്ല, കാലത്ത് കാലോക്കൂലല്ലോ. മതല സുഹൃത്ത് ഇമാമിന്റെ ശിഷ്യനുമാണ് ആര്? ശിഷ്യനെ പറ്റി മതഹെ പറഞ്ഞുകൂടാന്നല്ല പറയുന്നത്. അക്കിൽ തസാനിഫ് ആക്കപ്പെടാത്തതുണ്ട്. സുഹൃത്ത് ഇമാമിന്റെ ശിഷ്യന്മാരിൽ പെട്ടല്ലേ ഷെഹ്റാനി ഇമാം. നാളെ ഫത്ഹുൽ മുഈൻ മുസന്നിഫ് ഷെഹ്റാനി ഇമാം ശരിക്കും പറയാം സുഹൃത്ത് ഇമാമിന്റെ ആക്കുന്ന കിതാബ് ഓതുമ്പോൾ. അതാ ഇൽമിനാലും അമലിനാലും സലഫു സാലിഹീങ്ങൾ എപ്രകാരമായിരുന്നു ഇതെല്ലാം ഒരുമിച്ചുകൂട്ടാൻ. ഫബൈനമാഹും യസ്തമിറൂന അലാ ഫിഅലി ദാലിക, അങ്ങനെ കിതാബ് ഉണ്ടാക്കാൻ മുശാവറ നടത്തിയപ്പോഴാണ് വസല ഇലൈഹി കിതാബുൽ ഇഹ്യാ, ഇഹ്യാഉലുമിന്റെ കിതാബ് അവർക്ക് കിട്ടിയത്. ഫഅജബഹും, ഇത് മൂപ്പർ അത്ഭുതപ്പെടുത്തി. വവാഫഖഹും, അവർ അംഗീകരിച്ചു. ഫക്തഫ ബിഹി കിതാബിൻ, ഇനി വേറൊരു കിതാബ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്തിരിഞ്ഞു. ഇപ്പം എടുക്കട്ടെ, എന്താണ് നേതാക്കന്മാരുടെ കിതാബ്? അത് കള്ളത്തിലൊന്നുമില്ല, എന്നാലും കൊടുത്തോ, അടയാളം വെക്കാൻ.
അപ്പം കേൾക്കപ്പം ആ ഇനി എന്താന്ന് ഇബ്രാനാജിക്ക് ഒരു 10 മിനിറ്റ് ഒപ്പിടും. നമ്മൾ നേരം നോക്കിയിരുന്ന